ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ കാലം മുന്നേ ചെയ്തു വെച്ച ബോട്ടിലുകളാണ്, ബോട്ടിൽ ആർട്ട്. അന്ന് നമ്മൾ ടിക്ടോക്കൊക്കെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയ സമയത്ത് ഇതിൻ്റെ ഒരു കാലമായിരുന്നല്ലോ, എല്ലാവരും ബോട്ടിൽ ആർട്ട് ചെയ്യുന്നു. അപ്പം അന്ന് ഞാനും ഇതൊക്കെ ഞാനന്ന് ചെയ്തതാണ്. അന്ന് ഭയങ്കര ഉത്സാഹത്തോടെ ചെയ്തിട്ടാണെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞ് ആ പിരാന്തൊക്കെ അങ്ങോട്ട് പോയി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ എടുത്ത് അട്ടത്തേക്ക് കയറ്റി വെച്ചതായിരുന്നു. കാരണം എനിക്ക് കളയണം, പക്ഷെ കളയുന്നതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് ആലോചിച്ചിട്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചത്. പക്ഷെ ഇതുവരെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഓരോ തവണ നഗരസഭക്കാർ വന്നിട്ട് വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ഞാനിത് കൊടുക്കണോ അങ്ങനെ ആലോചിക്കും. പക്ഷെ ഒരു വീഡിയോ എടുത്ത് വെക്കാതെ കൊടുക്കാൻ എനിക്ക് തോന്നണമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് പഠിക്കണതാണ്. ഓരോ ട്രെൻഡ് വരുമ്പോൾ അതൊന്നും ഞാനും ചെയ്ത് നോക്കും. അന്ന് ടിക്ടോക്കിൽ ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് 1-2 വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അന്നാണെങ്കിലോ തീരെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ക്യാമറ അങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ ഒരു പൂതിക്ക് ഞാൻ 1-2 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് റദ്ദാക്കിയല്ലോ. പിന്നെ അന്ന് ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ എൻ്റെ ഒരു ബോട്ടിലേറ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു പരിപാടിക്ക് പോകാനൊന്നുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കിട്ടോ. പിന്നെ ഒരു ഓൺലൈൻ മത്സരം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ നാച്ചുറലായിട്ട്, അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കല്ല്, മണ്ണ്, പൂക്കൾ, ചെടി അങ്ങനെയുള്ളതുകൊണ്ടൊക്കെ ചിത്രം വരച്ചിട്ട്, ഒരു ചുമർ ചിത്രം വരച്ചിട്ട് അയച്ചു കൊടുക്കാൻ. ഞാനന്ന് നമ്മളെ ബാത്റൂമിൻ്റെ ബാക്കിലൊരു ചിത്രമൊക്കെ വരച്ച് അവർക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നാണെങ്കിൽ എന്നെ പെരയിലുള്ള പോലെ തന്നെ കളിയാക്കിയിരുന്നു. ഇതെന്താ ഇത്, 1ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഇതിലേറെ നന്നായി ചിത്രം വരക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നാണെങ്കിലോ ആ ചിത്രത്തിനെക്കാട്ടിലും അതിൽ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിനോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാനത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനന്ന് ഉജാലുണ്ടല്ലോ, സൂപ്പറായിട്ട് അത് ഉപയോഗിച്ചു. പുഴൻ്റെ കളർ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അതിന് എനിക്ക് മാർക്ക് പോയി. അത് മായ്ച്ച് കളയണമെങ്കിൽ എത്തിയിട്ട് ഞാനതൊക്കെ മറന്നുപോയി. പിന്നെ പെയിൻ്റ് അടിച്ച കൂട്ടത്തിൽ അതങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ഓരോ വട്ടകളേനു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേക തരം ഒരു ക്രൈസാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ടിക്ടോക്കിൽ കാണുന്നതൊക്കെ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള പോലെ ഞാൻ നനുവിനെ കുറേ ബുദ്ധിമുട്ടിച്ചിരിക്കണം. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വില പിടിപ്പുള്ള സാധനമൊന്നുമല്ല, ഇതേപോലെ കുറേ കയറും നൂലും കളറൊക്കെ ആയിട്ട്. പക്ഷെ എനിക്കൊക്കെ കൊണ്ടുവന്ന് നിൽക്കണം. അന്ന് ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് അത് സെയിലൊക്കെ ചെയ്യുന്നു കേട്ടോ. എൻ്റെ അടുത്തൊന്നും വാങ്ങിയിട്ടുണ്ട് 1-2 ആൾക്കാരൊക്കെ. അവരോട് എനിക്ക് ഇന്നും ആ ഒരു നന്ദിയുണ്ട്. കാരണം അത് വാങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം ഇതിന് പൈസ ഒന്നും വാങ്ങിക്കാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഓല അന്ന് തന്ന പൈസക്കാണ് പിന്നെ ഞാൻ ഇതിൻ്റെ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ. അപ്പോൾ ആ ഒരു നന്ദി എനിക്ക് ഇന്നും ഉണ്ട്. ഈ കാണിക്കണ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തതാണ് കേട്ടോ. ഒരു ആൻറ്റിക് ടച്ച് വരുന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ. എല്ലാം ഞാനിങ്ങനെ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ കണ്ടിട്ട് അതേപോലെ ഇങ്ങനെ ചെയ്യണതാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്താന്നറിയോ. ഫ്ലവറൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ നല്ല ബുദ്ധിമുട്ടിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഇതൊരു ക്ലേ ഉപയോഗിച്ചിട്ടാണ്, അതിനൊരു പേരുണ്ട്, എനിക്കത് കിട്ടണില്ല. ആ ക്ലേ ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആ സ്മെല്ലടിക്കുമ്പോൾ ഒത്തിരി തലവേദന വരും. പക്ഷെ എന്നാലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യണം കേട്ടോ. പിന്നെ എനിക്കൊന്നും കൂടി സിമ്പിളായിട്ടും ഇഷ്ടത്തോടെയും ചെയ്യണത് ഞാൻ ഈ വരക്കണതാണ്. വരക്കുമ്പോൾ അത് പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ ഇതൊക്കെ അന്ന് കാലത്ത് ഭയങ്കര ട്രെൻഡിങ്, കോഫി പൗഡറിൽ പേപ്പർ മുക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താണ്. എനിക്കതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ ഓരോന്ന് ഇഷ്ടത്തോടെ ചെയ്യണതല്ലേ. വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ ബാക്കിൽ ഡിസ്പ്ലേക്ക് വെച്ചാൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പക്ഷേ ഈ കള്ളിൻ്റെ കുപ്പിയാണല്ലോ, അപ്പോൾ ഇത് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയും. എല്ലാവരും അല്ല, ചില ആൾക്കാർ പറയും. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയാണ്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അതും കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കളയാന്ന് കരുതണേ. ഇതൊക്കെ കളയണ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ ഇതൊന്നും വെക്കാനൊരു സ്ഥലമല്ല. പാത്രം വെക്കണ റേക്കമ്മലാണ് ഇപ്പോൾ ഇതൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടെ ആണെങ്കിൽ മഴ ചോരുന്നുണ്ട്. അപ്പോൾ പാത്രം വെക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതും കിടന്ന് പോവുക. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പെട്ടെന്ന് ഈ വീഡിയോ എടുത്തിട്ടോ. എല്ലാ കുപ്പി ഇങ്ങനെ നശിച്ച് പോവാന്ന് എനിക്ക് തോന്നുക. അപ്പോൾ ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ബാക്കി കിട്ടൂല. ഞാൻ അന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്നെ എങ്ങനെ കളിയാക്കിയെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ബോട്ടിലൊക്കെ വിറ്റിട്ട് ഇവള് വലിയ ബിസിനസ്സുകാരിയാകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇതിനൊന്നും ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല, ഇതൊന്നും എവിടെ എത്തൂല എന്നൊക്കെയാണ്. അതൊക്കെ എനിക്കും അറിയാം ഇതൊന്നും എവിടെ എത്തൂല എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ്. അതൊക്കെ ആ ഒരു മൈൻഡിലെടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു പുച്ഛുണ്ടല്ലോ, അതില്ലാതെ എന്നാൽ തന്നെ കുറേ സമാധാനമാണ്. പോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ്. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് മാറിപ്പോകില്ല. ഇപ്പം ഞാൻ എടുക്കുന്ന ബോട്ടിലുണ്ടല്ലോ, ഈ ഒരു പിങ്ക്, ഇത് ഞാൻ അനുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഉണ്ടാക്കി കൊടുത്താണ്. ഇതിമ്മ ബർത്ത്ഡേ വിഷസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ എഴുത്തൊന്നും നിങ്ങൾ നോക്കണ്ട, അതിൽ ഞാൻ കുറച്ച് ബാക്കൊക്കെ തന്നെയാണ്. ഈ ഒരു കളർ കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് വരുന്നത് കേട്ടോ. 2 കുഞ്ചലൊക്കെ തൂക്കിയിട്ടുണ്ട്, മുത്തിൻ്റെ കുഞ്ചലാണ്. അങ്ങനെ ഓരോ കുപ്പിക്കും ഓരോ സ്റ്റോറികൾ പറയാണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ പെയിൻറ്റ് ടെസ്റ്റ് ചെയ്യണതാണ്. ഇതിപ്പോൾ എങ്ങനെ ബോട്ടിൽമ നിൽക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ ബോട്ടിൽമ. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോ ബോട്ടിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ തന്നെ ആലോചിക്കണം കേട്ടോ.
പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഈ ഒരു യെല്ലോ കളറൊക്കെ നല്ല ബ്രൈറ്റുള്ള യെല്ലോ കളർ അതിനോട്. പക്ഷെ അവിടെ വെച്ചിട്ട് ഇതാ കരിയും പൊടിയൊക്കെ ആയിട്ട് ആകെ അയക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാല് പോലെ ലവെന്നൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്കത്ര ഒരു ഉണ്ടാക്കി ഞാൻ പഠിക്കല്ലേ, അതുകൊണ്ട് അത്ര റെഡി ആയിട്ടില്ല. പക്ഷെ ഓരോരുത്തർ ഉണ്ടാക്കി കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ സിൽവർ കളറിലുള്ള ബീഡ്സ് ഒക്കെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് കാണുമ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി അത്ര ഒരു ഭംഗി തോന്നണില്ല. പിന്നെ കണ്ടില്ലേ, ഇതേപോലെ ചിത്രം വരയ്ക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വരയ്ക്കാനും ഇഷ്ടമാണ്. അത്ര നന്നായിട്ടില്ലെങ്കിലും എന്നെ കൊണ്ടാവണ പോലെ വരയ്ക്കണമാണ് കേട്ടോ. ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടുള്ളത് എൻ്റെ അടുത്ത് വേറെയും കുറേ ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒഴിവാക്കി. അതിങ്ങനെ ഈ പെയിൻറ് ചെയ്തതായതുകൊണ്ട് ഇതിൻ്റെ മേളിൽ ഒരു വാണിഷ് ചെയ്യണം, അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ പെയിൻറ്റൊക്കെ ഇളകി പോന്നിട്ട് ഞാൻ കുറേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അന്നത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ മുന്തിരിക്കോല. ഈ ഒരു ബോട്ടിൽ നിറച്ച് ഇതേപോലെ ചെയ്തത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ചെയ്ത ഒരു ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആർക്കോ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ചെയ്തത്. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒന്നും കൂടി ചെയ്താട്ടോ. പക്ഷേ ഇതിന്മേ ഈ ഒരു സൈഡിൽ മാത്രമേ ഇതേപോലെ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ടൈപ്പ് ബോട്ടിൽമേ ആർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഇതിന്മേ ഈ നൂല് ചുറ്റണമെങ്കിൽ നല്ല പണിയാണ്. കാരണം ഒരു ഭാഗത്തേക്ക് വീതി കുറഞ്ഞതും പിന്നെ വീതി കൂടിയിട്ടും വരല്ലേ. അപ്പോൾ അത് ചുറ്റുമ്പോൾ അല്ലേ അറിയുള്ളൂ. അത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലോണം പശ തേച്ച് ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വരണം കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ നല്ല നനഞ്ഞ് കേടായിക്കണു. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പിന്നെ ഒരു വൈറലായ സംഭവമായിരുന്നു ഇതേപോലെ ഇങ്ങനെ ചെറിയ തോട്ട്സൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരും, പിന്നെ അതെല്ലാവരും ചെയ്യും. എനിക്ക് പിന്നെ ഈ കളർ കോംബോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നിലധികം ബോട്ടിലുകൾ ഞാനിങ്ങനെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ബാക്കിയൊക്കെ ഞാൻ കളയി ആർക്കെങ്കിലും കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഓരോ ബോട്ടിൽ ചെയ്യുമ്പോഴും ഇത് എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ഇത് എഴുതിയത് തന്നെ കണ്ടില്ലേ, ദിസ് ഈസ് അവർ ഹാപ്പി പ്ലേസ് സ്വീറ്റ് ഹോം എന്നൊക്കെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പക്ഷെ അത് ഭയങ്കര ലുക്കാണ് കാണാൻ. ഇത് 1-2 ബോട്ടിൽ ഒരുമിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒന്ന് വാണിഷൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് നമ്മളൊരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്തല്ലേ. ഈ ഒരു വർക്കൊക്കെ ലാസ്റ്റ് ട്രെൻഡിങ് ആയതാട്ടോ. ഇതിന് മറ്റെന്താ അജ്രംഗി പ്രിന്റോ അങ്ങനെ എന്തോ പറയും, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു ഈ ഒരു വർക്കിന് കേട്ടോ. അന്ന് ഞാൻ ഇതേപോലെ ബോട്ടിലാർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ ടിക്ടോക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ചെയ്യുന്ന വർക്കുകൾ കണ്ടാൽ മാഷാഅല്ലാഹ് അടിപൊളിയാണ്. ഒന്നുമല്ല, നല്ല കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ ഒരു സമ്പ്രദായം പാടങ്ങോട്ട് നിന്ന് പോയി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 2 ബോട്ടിലായിരിക്കും ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടൊരു കോംബോ ഇക്കാണ്ട് ഉണ്ടാക്കിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഇത് ഉണ്ടാക്കിയ സമയത്ത് നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചളിയൊക്കെ പിടിച്ചിട്ട് ആകെ എന്തോ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തന്നു എന്ന് എനിക്ക് തോന്നണം. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഇതൊക്കെ ഇപ്പോൾ കളയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട്. പക്ഷേ വേണ്ട, അത് വീട്ടിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ചെയ്യണ്ട. പിന്നെ ഇത് കൊണ്ടുവരുമ്പോൾ ആകെ ബെഡിലൊക്കെ മണ്ണായിട്ടുണ്ട്. അത്ര നല്ല പൊടിയും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ വിരിച്ചിട്ട് വെക്കണത്. ഈ പേപ്പറിൽ കാണുമ്പോൾ ഇതിന് അത്ര ഒരു ഭംഗി തോന്നണില്ല. പക്ഷേ പേപ്പർ ഇല്ലാണ്ട് വെച്ചാൽ അതിൻ്റെ ബെഡ്ഷീറ്റൊക്കെ നാശമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിടുക. പുതിയൊരു വീഡിയോ ആയിട്ട്